എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 4 ഇംഗ്ലീഷിലെ യൂണിറ്റ് 4ൻ്റെ പേര് ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്നാണ്. ഇതിലെ മൂന്നാമത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി റീറൈറ്റ് പാസേജ് എന്നുള്ളതാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ്. താഴെയുള്ള പാസേജ് വായിക്കുക. റീറൈറ്റ് ദ പാസേജ് യൂസിങ് അതർ വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഫോർ ദ അണ്ടർലൈൻഡ് വൺസ്. ഇവിടെ താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ആ പാസേജിൽ ചില അണ്ടർലൈൻ ചെയ്ത വാക്കുകളുണ്ട്. ഇവിടെ അറൈവ്ഡ്, വെരി ടയേർഡ്, ഡെലീഷ്യസ്, നോർമൽ എന്നീ പദങ്ങളാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇവയെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വെച്ച് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. കുട്ടികൾ സ്വന്തമായി വായിച്ച് സ്വന്തമായി തന്നെ ഉത്തരം കണ്ടുപിടിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഈ വീഡിയോ ഉപയോഗിക്കുക. കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇതൊരിക്കലും അതേപോലെ എഴുതിക്കോളാൻ പറയുന്ന പ്രവണത നല്ലതല്ല. നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം. ഇവിടെ ആ ഉത്തരത്തിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ പാസേജ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് അറ്റ് എ വില്ലേജ്. ഒരു ദിവസം ഒരു ട്രാവലർ ഒരു വില്ലേജിലെത്തി. ഹി വാസ് വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ജേണി. വളരെ ദീർഘമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് ശേഷം അയാൾ വളരെ ക്ഷീണിതനായിരുന്നു. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജേഴ്സ്. മറ്റുള്ള ഒരു വയസ്സായ സ്ത്രീയുടെയും വില്ലേജേഴ്സിൻ്റെയും സഹായത്തോടെ അവനൊരു സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കി. സൂപ്പ് വാസ് ഡിലീഷ്യസ്. സൂപ്പ് വളരെ രുചികരമായിരുന്നു. ദേ എൻജോയ്ഡ് ദ സൂപ്പ്. അവർ സൂപ്പ് എൻജോയ് ചെയ്തു. വൺ ഓഫ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ് ദ ട്രാവലർ ഫോർ സച്ച് എ സ്റ്റോൺ. അതിലൊരു വില്ലേജർ എന്ത് ചെയ്തു? അതേപോലുള്ള മറ്റ് വേറെ ഏതെങ്കിലും സ്റ്റോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ദെൻ ദ ട്രാവലർ സെഡ് ദാറ്റ് ദിസ് ഈസ് ജസ്റ്റ് എ നോർമൽ സ്റ്റോൺ. അപ്പോൾ ട്രാവലർ പറഞ്ഞു ഇത് വെറും ഒരു നോർമൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്നത്. വൺ ഡേ എ ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. റീച്ച്ഡ്, അറൈവ്ഡിന് പകരം റീച്ച്ഡ് എന്ന വാക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹി വാസ് എക്സോസ്റ്റഡ്. വെരി ടയേർഡിന് പകരമായിട്ട് നമ്മൾ എക്സോസ്റ്റഡ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള പദമാണ്. ആഫ്റ്റർ ദ ലോങ് ജേർണി ഹി കുക്ക്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് an old woman and the villagers. The soup was tasty. മുകളിലെ പാസേജിൽ കൊടുത്തിരിക്കുന്നത് ഡെലീഷ്യസ് എന്നാണ്. ഡെലീഷ്യസ് രുചിയുള്ളത് എന്നാണ്. ടേസ്റ്റിയും എന്താണ്? രുചിയുള്ളത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ടേസ്റ്റി എന്ന പദം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദേ ലൈക്ക് ദ സൂപ്പ്. അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു? സൂപ്പ് ഇഷ്ടപ്പെട്ടു. വൺ ഓഫ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ് ദ traveler for a magic stone. Then the traveler said that it is just an ordinary stone. അപ്പോൾ അവിടെ നോർമൽ എന്നുള്ളതിന് പകരമായിട്ട് ഓർഡിനറി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലും ആ ഒരു സ്റ്റോണിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഓർഡിനറി സ്റ്റോൺ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.